ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്ററിന്റെ 3ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ജോമെട്രി ആൻഡ് ആൾജിബ്രയിലെ 3ാമത്തെ വീഡിയോ. ടെക്സ്റ്റ് ബുക്കിലെ മിഡ് പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ 4ാമത്തെ പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്തത്. പ്രൂവ് ദാറ്റ് ദി ട്രയാങ്കിൾ വിത്ത് വെർട്ടീസസ് 3, 5, 9, 13, 10, 6 ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. ഓൾസോ ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. അങ്ങനെയാണ് അതിന്റെ ഏരിയയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രയാങ്കിൾ വിത്ത് വെർട്ടീസസ് 3, 5, 9, 13, 10, 6. അപ്പോൾ ഇതിന്റെ ഐസോസെലസ് ആണെന്ന് പറയാൻ എന്ത് ചെയ്യണം? രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ മതി. രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? ഐസോസെലസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് 3 സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിച്ച് നോക്കാം. ലെറ്റ് എ എന്ന് പറഞ്ഞാൽ 3, 5 എന്ന് എടുക്കാം, ബി എന്ന് പറഞ്ഞാൽ 9, 13 എന്ന് എടുക്കാം, സി എന്ന് പറഞ്ഞാൽ 10, 6 എന്ന് എടുക്കാം. അത് നമുക്ക് എഴുതാൻ എളുപ്പത്തിന് വേണ്ടി പേര് കൊടുത്തുന്നുള്ളൂ. ഇനി എ ബി എന്ന ഡിസ്റ്റൻസ് കാണാം. ഡിസ്റ്റൻസ് ഫോമിൽ ഇതാണ് റൂട്ട് ഓഫ് x2 minus x1 the whole square plus y2 minus y the whole square. അതായത് x ഡിഫറൻസിന്റെ സ്ക്വയർ പ്ലസ് y ഡിഫറൻസിന്റെ സ്ക്വയർ. അപ്പോൾ ഇവിടെ x1 y1 ഇത് x2 y2. അപ്പോൾ റൂട്ട് ഓഫ് 9 minus 3 the whole square plus 13 minus 5 the whole square. 9 minus 3 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. 13 5 കുറച്ച് 8 ആണ്. 36 പ്ലസ് 64 അതായത് 100. റൂട്ട് ഓഫ് 100 എത്രയാണ്? 10. അപ്പോൾ എ ബിയുടെ ലെങ്ത് 10 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത സൈഡ് ബി സി കണ്ടുപിടിക്കുക. ബി സി എന്ന് പറയുമ്പോൾ ഈ രണ്ട് പോയിന്റ് എടുക്കണം. അപ്പോൾ 10 minus 9 the whole square plus 6 minus 13 the whole square. 10 minus 9 എന്നുള്ള 1 ആണ്. 6 minus 13 എന്നുള്ള -7 ആണ്. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് -7 സ്ക്വയർ. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് -7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്. -7ന്റെ സ്ക്വയർ പോസിറ്റീവ് തന്നെയാണ്, 49 അല്ലേ? സ്ക്വയർ ഓഫ് എനി നമ്പർ ഈസ് പോസിറ്റീവ് ആണ്. അപ്പോൾ 1 + 49 ദാറ്റ് ഈസ് √50 ആണ് സെക്കൻഡ് സൈഡ്. മൂന്നാമത്തെ സൈഡ് നോക്കാം. റൂട്ട് ഓഫ് 10 minus 3 the whole square plus 6 minus 5 the whole square. 10 minus 3 എന്ന് പറഞ്ഞാൽ 7 ആണ്. അതായത് ഈ രണ്ട് പോയിന്റ് 6 minus 10 minus 3യും 6 minus 5യും. അപ്പോൾ അതും റൂട്ട് ഓഫ് 7 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അതായത് √50 തന്നെ കിട്ടി. അപ്പോൾ രണ്ട് സൈഡ് ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പോൾ രണ്ട് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് ഇത് എന്താണ്? isosceles triangle. അപ്പോൾ since two sides equal, ABC is an isosceles triangle. ഇനി എന്ത് വേണം? ഈ ഏരിയ കണ്ടുപിടിക്കും. ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ഇതിന്റെ റഫ് ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. ഇവിടെ ഏതൊക്കെ സൈഡാണ് ഈക്വൽ വന്നേ? എ സിയും ബി സിയും ആണ് ഈക്വൽ വന്നത്. ഈ രണ്ട് സൈഡ്സ് √50 വീതം കിട്ടി. ഇത് √50, ഇത് √50. ഇത് അപ്പോൾ 10 AB 10 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡ് വരച്ചു കഴിഞ്ഞാൽ അത് ഇതിന്റെ മിഡ് പോയിന്റിൽ വന്ന് മുട്ടും. ശരിയല്ലേ? കാരണം ഐസോസെലസ് ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടിയാണ് ഈക്വൽ സൈഡ്സ് ജോയിൻ ചെയ്യുന്ന വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഓപ്പോസിറ്റ് സൈഡിനെ ബൈസെക്ട് ചെയ്യും. അപ്പോൾ ഇത് 5, ഇത് 5 എന്ന് കിട്ടും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 5 ആണ്, ഇത് 5 ആണ്, ഇത് √50 ആണ്. അപ്പോൾ റൈറ്റ് ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി വെച്ച് ചെയ്ത് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ h is equal to റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. അതായത് റൂട്ട് ഓഫ് √50യുടെ സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. ഏത് റൈറ്റ് ട്രയാങ്കിൾ എടുത്താലും ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയറിൽ നിന്ന് വൺ സൈഡിന്റെ സ്ക്വയർ കുറച്ചാൽ മൂന്നാമത്തെ സൈഡിന്റെ സ്ക്വയർ കിട്ടും. എന്നിട്ട് അതിന്റെ റൂട്ട് എടുത്താൽ മൂന്നാമത്തെ സൈഡ് ആവും. അപ്പോൾ h is equal to റൂട്ട് ഓഫ് √50യുടെ സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. √50യുടെ സ്ക്വയർ എത്രയാ? 50 തന്നെ. അപ്പോൾ 50യുടെ നിന്ന് 5ന്റെ സ്ക്വയർ 25 കുറയ്ക്കുക. അപ്പോൾ √25 വരും. അതായത് എത്രയാണ്? 5 തന്നെ കിട്ടും. അതായത് ഓൾട്ടിറ്റ്യൂഡ് അതിന്റെ ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ബേസ് 10, ഹൈറ്റ് 5. അപ്പോൾ ഹാഫ് BH ആണല്ലോ ഏരിയ. അപ്പോൾ ഹാഫ് × 10 × 5 അതായത് 25 സ്ക്വയർ യൂണിറ്റ് ആണ് ഈ ട്രയാങ്കിൾ ഏരിയ. ഇത് നമുക്ക് മറ്റൊരു രീതിയിലും ചെയ്യാം കേട്ടോ. ഇത് മിഡ് പോയിന്റ് ആയിരിക്കും. ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ ബേസിന്റെ മിഡ് പോയിന്റ് ആയത്. ബേസിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇത് എയുടെയും ബിയുടെയും മിഡ് പോയിന്റ് ആണ്. അപ്പോൾ ഇതിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. 3 + 9/2 5 + 13/2. അപ്പോൾ ഇത് 6, 9 എന്ന് കിട്ടും. അപ്പോൾ ഈ 6, 9 എന്ന പോയിന്റും 10, 6 എന്ന പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഇത് 5 എന്ന് കിട്ടും. എന്നിട്ട് ഹാഫ് ബേസിന്റെ ഹൈറ്റ് ഇതുപോലെ ചെയ്യാം. എളുപ്പം ഇപ്പം നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഈ രീതിയിൽ ചെയ്തതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ സർക്കിൾ വിത്ത് സെന്റർ 1, 2 passes through the point 3, 5. Find the coordinate of the other end of the diameter through this point. അപ്പോൾ ഒരു സർക്കിള്, ആ സർക്കിളിന്റെ സെന്റർ ഉണ്ട്, അതൊരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്നത് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു റഫ് ഫിഗർ വരയ്ക്കുക. സർക്കിള് അതിന്റെ സെന്റർ 1, 2 ആണ്. ഈ സർക്കിള് 3, 5 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്.
വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി അതർ എൻഡ് ഓഫ് ദി ഡയമീറ്റർ. ഈ ഡയമീറ്ററിന്റെ അടുത്ത എൻഡിന്റെ കോർഡിനേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് ഞാൻ XY എന്ന് എടുത്തു വിചാരിക്കുക. അപ്പൊ ഇത് സെന്റർ ആയതുകൊണ്ട് ഈ XY എന്ന പോയിന്റ് 3, 5 എന്ന പോയിന്റ് മിഡ് പോയിന്റ് ആണ് 1, 2. അപ്പൊ x പ്ലസ് 3/2 ആണ് 1 അല്ലെ. എക്സും 3 x കോർഡിനേറ്റിന്റെ ആവറേജ് ആണ് ഇതിന്റെ x കോർഡിനേറ്റ് മിഡ് പോയിന്റ്. അപ്പൊ x പ്ലസ് 3/2 ഈക്വൽ ടു 1 ആവുമ്പോൾ x പ്ലസ് 3 2 into 1 വരും. അപ്പൊ x പ്ലസ് 3 എന്ന് പറയുന്നത് 2 ആവും. 2 into 1 2 ആണല്ലോ. അപ്പൊ ഇനി പ്ലസ് 3 അപ്പുറത്ത് കൊണ്ടുപോയാൽ മതി. x ഈക്വൽ ടു 2 മൈനസ് 3 ദാറ്റ് ഈസ് -1. അപ്പൊ എക്സിന്റെ ഇതിന്റെ x കോർഡിനേറ്റ് -1 ആയി. ഇതുപോലെ y പ്ലസ് 5/2 എന്ന് പറഞ്ഞാൽ 2 ആണ്. y പ്ലസ് 5/2 ഈക്വൽ ടു 2 ആകുമ്പോൾ y പ്ലസ് 5 2 into 2 4 വരും. അപ്പോ y പ്ലസ് 5 2 into 2 4 ആകുമ്പോൾ y ഈക്വൽ ടു 4 മൈനസ് y നെഗറ്റീവ്, അതും -1 തന്നെ കിട്ടും. അപ്പോൾ ഈ XY എന്ന പോയിന്റ് -1 ആണ്. അപ്പോൾ സെന്റർ 1 2 ഒരു എൻഡ് പോയിന്റ് 3 5 ആയാൽ അടുത്ത എൻഡ് പോയിന്റ് -1 എന്ന് കിട്ടും. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വാഡ്രിലാറ്റർ എന്ന് പറഞ്ഞിട്ട് ABCD എന്ന് പറഞ്ഞ ഒരു ക്വാഡ്രിലാറ്റർ ആണ്. ആ ക്വാഡ്രിലാറ്ററിന്റെ സൈഡ്സിന്റെ മിഡ് പോയിന്റ് ആണ് P, Q, R and S. പേര് നമ്മൾ കൊടുത്താണ് കേട്ടോ, ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടില്ല. ആ മിഡ് പോയിന്റിൽ P തന്നിട്ടുണ്ട് 3 3 ആണ്, Q 6 6 ആണ്, R 9 5 ആണ്. കൂടാതെ ക്വാഡ്രിലാറ്ററിന്റെ വെർട്ടീസ് 2 1 A 2 1 ആണ്. We need to find out the coordinates of B, C and D and S. S ഈ 4 പോയിന്റ് കോർഡിനേറ്റ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഈ 2 പോയിന്റിന്റെ മിഡ് പോയിന്റ് ആണിത്. അപ്പൊ ഈ പോയിന്റ് ഞാൻ AB എന്ന് എടുക്കുവാന്ന് വിചാരിക്കുക. ഈ പോയിന്റ് ABയും ഈ പോയിന്റ് CDയും ഈ പോയിന്റ് F എടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ ഈ 2 പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ മിഡ് പോയിന്റ് ആണ് 3 3. അപ്പൊ എയും 2 ആഡ് ചെയ്തിട്ട് ഹാഫ് എടുത്താൽ 3 ഇച്ചിരി മുമ്പ് ചെയ്തപോലെ. അപ്പൊ A പ്ലസ് 2/2 ആണ് 3 മിഡ് പോയിന്റ് ആയതുകൊണ്ട്. അതായത് ഈ 2 പോയിന്റ് മിഡ് പോയിന്റ് ആയതുകൊണ്ട് ഇതിന്റെ x കോർഡിനേറ്റും ഇതിന്റെ x കോർഡിനേറ്റും കൂട്ടി പകുതി എടുത്താൽ 3 കിട്ടും. അപ്പൊ A പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 2 into 3 6 വരും. അപ്പൊ A പ്ലസ് 2 6 ആണ്. A എന്ന് പറഞ്ഞാൽ 6 മൈനസ് 2 4 എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ x കോർഡിനേറ്റ് 4 എന്ന് കിട്ടി. അതുപോലെ y കോർഡിനേറ്റ് B പ്ലസ് 1/2 3 ആണ്. അപ്പൊ B പ്ലസ് 1/2 3 ആണെങ്കിൽ B പ്ലസ് 1 2 into 3 6 വരും. അപ്പൊ B കാണാൻ എന്ത് ചെയ്യണം? 6 പ്ലസ് 1 അപ്പോഴേക്ക് ചെല്ലുമ്പോൾ -1 ആവും. അപ്പോൾ 5 പ്ലസ് 1 ആണ് 6. അപ്പോൾ B ഈക്വൽ ടു 5 എന്ന് കിട്ടും. അപ്പോൾ B കിട്ടി, Aയും കിട്ടി, Bയും കിട്ടി. അപ്പോൾ ബിയുടെ കോർഡിനേറ്റ് 4 5 എന്നായി. x കോർഡിനേറ്റ് 4 y കോർഡിനേറ്റ് 5. ക്ലിയർ ആയ പറഞ്ഞത് ശരിയാണെന്ന് വെരിഫൈ ചെയ്യണം. ഇതിന്റെ x കോർഡിനേറ്റ് 4ഉം 2ഉം കൂടി ആഡ് ചെയ്ത് 6 6ന്റെ ഹാഫ് 3. അതുപോലെ 5ഉം 1ഉം കൂടി ആഡ് ചെയ്ത് 6 6ന്റെ ഹാഫ് 3. അങ്ങനെ വെരിഫൈ ചെയ്തും കൂടി പോകുന്നത് നന്നായിരിക്കും. നമുക്ക് ഈ പോയിന്റ് കിട്ടി, ഇതറിയാം, ഇത് കണ്ടുപിടിക്കണം. അപ്പൊ സിയും എയും കൂടി കൂട്ടി പകുതി എടുക്കുന്നതാണ് 6. A പ്ലസ് C/2 ആണ് 6. അപ്പൊ A പ്ലസ് C എന്ന് പറഞ്ഞാൽ 2 into 6 12 വരും. A നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 4. അപ്പൊ 4 പ്ലസ് C ആണ് 12. അപ്പൊ C കാണാൻ മതി. 12 മൈനസ് 4 8 എന്ന് കിട്ടും. അപ്പോൾ C ഈക്വൽ ടു 8. അതായത് ഈ കോർഡിനേറ്റിന്റെ x കോർഡിനേറ്റ് സിയുടെ x കോർഡിനേറ്റ് 8 എന്ന് കിട്ടി. ഇനി y കോർഡിനേറ്റ് ആണ് ഇത് ചെയ്യണം. P പ്ലസ് D/2 അത് 6 ആണ്, കാരണം y കോർഡിനേറ്റ് 6 ആണല്ലോ. അപ്പൊ B പ്ലസ് D/2 ഈക്വൽ ടു 6. അപ്പൊ B പ്ലസ് D എന്ന് പറഞ്ഞാൽ 2 into 6 12 ആണ്. B എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്? എത്രയാ? B എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ 5 പ്ലസ് D ഈക്വൽ ടു 12. അപ്പൊ D ഈക്വൽ ടു 12 പ്ലസ് 5 അപ്പുറത്ത് ചെല്ലുമ്പോൾ -5 ദാറ്റ് ഈസ് 7 എന്ന് കിട്ടും. അപ്പോ സിയുടെ കോർഡിനേറ്റ് ഇത് കിട്ടി 8 7. C 8 7 എന്ന് കിട്ടി. അപ്പൊ ഇത് കിട്ടി. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് വരാം. C പ്ലസ് C/2 9. C പ്ലസ് E/2 എന്ന് പറയുന്നത് 9 ആകുമ്പോൾ C പ്ലസ് C 2 into 9 18 വരും. അപ്പൊ ഈ കാണാൻ എന്ത് ചെയ്യണം? 18 പ്ലസ് 8 അപ്പോൾ ചെല്ലുമ്പോൾ -8 ദാറ്റ് ഈസ് 10 എന്ന് കിട്ടും. അതുപോലെ D പ്ലസ് F/2 5 വരും. അപ്പൊ D പ്ലസ് F എന്ന് പറഞ്ഞാൽ 2 into 5 ദാറ്റ് ഈസ് 10 വരും. അപ്പോ 7 F നമുക്ക് D എന്ന് പറഞ്ഞാൽ എത്ര നമ്മുടെ കണ്ടുപിടിച്ചിട്ടുണ്ട്? D എന്ന് പറയുന്നത് എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? എത്രയാ? അപ്പോൾ 7 ആണ്. അപ്പോൾ 7 പ്ലസ് F ഈക്വൽ ടു 10 ആയി. അപ്പോൾ F ഈക്വൽ ടു 10 മൈനസ് 7 ദാറ്റ് ഈസ് 3. അപ്പോൾ പോയിന്റ് ചെയ്ത് കിട്ടി 10 3. ശരിയല്ലേ എന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. 10 3 എന്ന് കഴിയുമ്പോൾ 2 കൂട്ടി പകുതി എടുത്താൽ ഇത് കിട്ടുമോ? അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്നത് കൂടി നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് EF കിട്ടി, A അറിയാം. ഇതിന്റെ രണ്ടിന്റെ മിഡ് പോയിന്റ് ആണല്ലോ S. അപ്പോൾ S കാണാൻ ചെയ്താൽ 2 പ്ലസ് 10. E എന്ന് പറഞ്ഞാൽ x കോർഡിനേറ്റ് 10 ആണ്. അപ്പോൾ 2 പ്ലസ് E/2
1 പ്ലസ് എഫ് ബൈ 2. അപ്പോൾ 10 പ്ലസ് 2/2 3 പ്ലസ് 1/2. അതായത് ഇതിന്റെ എക്സ് കോർഡിനേറ്റും ഇതിന്റെ എക്സ് കോർഡിനേറ്റും കൂട്ടി പകുതിയെടുക്കുക, ഇതിന്റെ വൈ കോർഡിനേറ്റും ഇതിന്റെ വൈ കോർഡിനേറ്റും കൂട്ടി പകുതിയെടുക്കുക. വി ഗെറ്റ് 6 2. അപ്പോൾ 6 2 ആണ് എസിന്റെ കോർഡിനേറ്റ്. അപ്പോൾ 4 വെർട്ടെക്സ് നമുക്ക് തന്നിരുന്നു, 4 പോയിന്റ് തന്നിരുന്നു. ബാക്കി പോയിന്റുകളുടെ കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ക്ലിയർ ആയ പറഞ്ഞത്? ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ ഈ എക്സസൈസിൽ ഒരു പ്രോബ്ലം കൂടിയുണ്ട്, അതും കൂടി ചെയ്യാം. കാൽക്കുലേറ്റ് ദി കോർഡിനേറ്റ് ഓഫ് ദി സർക്കംസെന്റർ ഓഫ് ദി ട്രയാങ്കിൾ വിത്ത് വെർട്ടീസസ് 0 0 0 4 3 0. ഒരു ട്രയാങ്കിളിന്റെ 3 മൂലകളുടെയും ശീർഷ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, വെർട്ടീസ് തന്നിട്ടുണ്ട്. നമുക്ക് ആ ട്രയാങ്കിളിന്റെ സർക്കംസെന്റർ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ റഫ് ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. എക്സ് ആക്സിസും വൈ ആക്സിസും 0 0 എന്ന് പറയുന്ന ഒറിജിൻ ആണ്, 0 4 എന്ന് പറയുന്ന വൈ ആക്സിസിലെ പോയിന്റ് ആണ്. എക്സ് കോർഡിനേറ്റ് 0 ആണ്, വൈ ആക്സിലെ പോയിന്റ്. അപ്പോൾ 0 4 3 0 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിലെ പോയിന്റ് ആണ്. അപ്പോൾ ഇതാണ് ഒരു ട്രയാങ്കിൾ. ഇത് എന്തേരം ട്രയാങ്കിളാ? ഇത് എക്സ് ആക്സിസും വൈ ആക്സിസും ആയതുകൊണ്ട് ഇത് 90 ആണല്ലോ. അപ്പോൾ ഇത് റൈറ്റ് ട്രയാങ്കിളാണ്. അപ്പോൾ നമുക്കറിയാം റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ ഹൈപ്പോട്ന്യൂസ് ഡയമീറ്റർ ആയിട്ട് വരും. കാരണം ഇത് 90 ആവുമ്പോൾ ഈ ഡയമീറ്ററിന്റെ എൻഡ് എന്ന് വരയ്ക്കുന്ന ആംഗിളാണ് 90 വരും. അപ്പോൾ ഹൈപ്പോട്ന്യൂസ് ഡയമീറ്റർ ആയിരിക്കും. അപ്പോൾ ഡയമീറ്ററിന്റെ മിഡ് പോയിന്റ് ആണ് സെന്റർ എന്ന് പറഞ്ഞാൽ ഈ 2 പോയിന്റ് മിഡ് പോയിന്റ് എടുത്താൽ മതി. ക്ലിയർ ആയ പറഞ്ഞത്? അപ്പൊ റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഹൈപ്പോട്ന്യൂസ് ആണിത്, ഹൈപ്പോട്ന്യൂസിന്റെ മിഡ് പോയിന്റ് ആണ് സർക്കംസെന്റർ. അപ്പോ since it is a right triangle, circumcenter is the midpoint of the hypotenuse, that is 0 plus 3/2 4 plus 0/2. 0 plus 3 എന്ന് പറഞ്ഞാൽ 3 3/2 4/2 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ 3/2 2. അപ്പോൾ 3/2 2 ആണ് സെൻട്രൽ. സെൻട്രാക്കി സർക്കിൾ വരച്ചാൽ ഇങ്ങനെ പോകും. അപ്പോൾ ഇതാണ് ടെക്സ്റ്റ് ബുക്കിലെ 3 പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.